മറ്റൊന്നും നോക്കാതെ വേണം അവരുടെ തങ്കച്ചെറുകൾ മറയ്ക്കണമേ. ഹല്ലേലൂയ. കർത്താവ് മറച്ചിരിക്കാതെ സ്തോത്രം. കർത്താവ് ഇന്ന് പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവ് തന്നതിനാൽ സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്ക് ഹല്ലേലൂയ, ഈ പ്രഭാതം ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഹല്ലേലൂയ. എല്ലാവരും കരമുയർത്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി സഹോദരി അരിജയ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 62:8. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സംഗീതമാകുന്നു. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാട്ടുപാടാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ, നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ, നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിജനരനാമേഴയെ സ്നേഹിച്ചി നിജലോകത്തിൽ വന്നു. യേശു നിജമരണം മരിപ്പതിനായി തന്നെ നീജന്മാർക്കേൽപ്പിച്ചല്ലോ. യേശു നിജമരണം മരിപ്പതിനായി തന്നെ നീജന്മാർക്കേൽപ്പിച്ചല്ലോ. മാതാപിതാക്കന്മാർ എന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്ക്. എൻ്റെ മാതാപിതാവേക്കാൾ അൻപോടു തിങ്ങിടും
നോരേശുവേദിക്കുണ്ട്. എൻ്റെ മാതാപിതാവെക്കാളൻപുതിങ്ങിടുന്നു രേശുവുണ്ട് എനിക്ക്. ആമേൻ. ഇത്തരയിലെന്നെ ഇത്രമേൽ ഇത്ര സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടുകൂടെ. ईशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगा. जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. आमीन. यीशु तेरा नाम सबसे ऊंचा है. बीमारी से, गरीबी से, शाबों से छुड़ाता वो नाम है जो अंधों को रोशनी भी देता. बीमारी से, गरीबी से, शाबों से छुड़ाता वो नाम है जो अंधों को रोशनी भी देता. जिस नाम में है जिंदगी, यीशु है वो नाम. जिस नाम में है बंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. आमीन. यीशु तेरा नाम सबसे ऊंचा है. आमीन. यीशु तेरा नाम सबसे ऊंचा है. Praise the Lord. ആമേൻ. ഈ അവസരം തന്ന ബെൻസൺ പാസ്റ്ററും അതുപോലെ പ്രാർത്ഥനാ ധ്വനി കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഒരു പ്രെയർ മാറ്റർ പറയാനുണ്ട്. എനിക്ക് 27 സെക്കൻഡ് അറ്റംപ്റ്റ് ആയിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അറ്റംപ്റ്റിൽ ദൈവം നിശ്ചയമായിട്ടും എനിക്ക് തരട്ടെ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഹസ്ബൻഡിന് ഇതുവരെ വിസ ആയിട്ടില്ല, വിസ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വിസ എടുക്കണം. അതിൻ്റെ എല്ലാ ഘട്ടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് അതുകൂടാതെ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് കോട്ടേജ് പ്രയർ നടക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഞങ്ങൾക്കൊരു അത്ഭുതം ചെയ്തു എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയത്തക്ക ദൈവം അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ പാട്ടുകൾ പാടുവാൻ കർത്താവ് നമ്മുടെ സഹോദരിയെ ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ട് ഹല്ലേലൂയ മിനി സഹോദരിയെ ദൈവ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാനായിട്ട് മിനി സഹോദരിയെ ക്ഷണിക്കും. ഹല്ലേലൂയ. ഹലോ, മിനിസിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ടോ?
ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ നമുക്ക് പ്രഭാത പ്രാർത്ഥന ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക കാര്യങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഇന്ന് പകൽക്കാലം ആശ്വാസവും വിടുതലും നൽകുന്ന ദൈവം നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മധ്യസ്ഥ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിൽ മേൽ വിജയം നേടുവാനായിട്ട് ഇടയായി. ഞാൻ ഓമന യോഹന്നാൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കാലും പിന്നെ ഈ വലത് കൈയുടെ കോഴ അവിടെയൊക്കെ ഭയങ്കര വേദനയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു പാത്രം പോലും പൊക്കാൻ പറ്റില്ല കൈകൊണ്ട്. കാലിൻ്റെ പാദത്തിന്റെ അവിടെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഇതായി അതും വേദനയുണ്ട്. പിന്നെ കണ്ണിന്റെ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ 3 പേര് ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഞാനൊരു സാക്ഷ്യം പറയണത്, ഞാൻ വെള്ളമില്ല എന്ന് പറഞ്ഞായിരുന്നു. കിണറൊക്കെ ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷെ അത് നന്നാക്കിയൊന്നുമില്ല. പക്ഷെ ഇന്നലെ ആ മേളിൽ കനാല് വെള്ളം വന്നപ്പോൾ അതിന്റെ ഉറവ് വന്ന് കിണറത്തിൽ വെളുപ്പിന് നോക്കിയപ്പോ ഇങ്ങനെ പകുതിയായിട്ട് നിറഞ്ഞു കിടപ്പുണ്ട്. പ്രാർത്ഥിച്ച എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ പേര് സാലി ജോസഫ്. ഞാനിപ്പോ UK സംസാരിക്കുന്നത്. കഴിഞ്ഞ നാട്ടിൽ നിന്ന് ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. യാത്രയിലൊക്കെ ദൈവകൃപ കൂടി നിന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയം എൻ്റെ മോൻ്റെ കുഞ്ഞ് നേരായ എല്ലാവർക്കും അറിയാം, എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെയും കുഞ്ഞിന് ചെറിയൊരു ശ്വാസം ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും ജലദോഷമൊക്കെ തുടങ്ങി. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കും ഇവിടെ കാലാവസ്ഥ തണുപ്പാണ്, അതൊക്കെ അനുകൂലമായി തീരുവാൻ പ്രാർത്ഥനയെ ചോദിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച എല്ലാ ദൈവദാസന്മാരോടും സഹോദരിമാരോടും ദൈവനാമത്തുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 2 വിഷയങ്ങളാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുവരെ ഈ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കാത്ത സഹോദരന്മാരുണ്ടെങ്കിൽ അവർ ആദ്യം പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓമന സൗകര്യ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് കൊടുക്കുന്ന ആശ്വാസത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന ആശ്വാസം വിടുതൽ. ഹല്ലേലൂയ. പറഞ്ഞല്ലോ, കാലിന്റെ വേദനയുണ്ട്. ഹല്ലേലൂയ. ആരോഗ്യമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് എല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സഹോദര്യ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. സാലി ജോസഫ് സഹോദര്യ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് പറഞ്ഞല്ലോ യാത്രയിലുള്ള ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ മകന്റെ കൊച്ചിന്റെ കാര്യങ്ങൾ ശ്രമിച്ചു പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. ശ്വാസം മുട്ടലിന്റെ പ്രയാസങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞാനും എന്റെ കുടുംബങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ഈ 2 കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു ആശ്വാസവും വിടുതലും കൊടുക്കണം. ഹല്ലേലൂയ. എല്ലാ രോഗികളുടെ വൈദ്യൻ നമ്മുടെ കർത്താവാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഈ 2 വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഇതുവരെ പ്രാർത്ഥിക്കാത്ത സഹോദരന്മാർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. മിനിസിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചിട്ട് അടുത്ത പ്രാർത്ഥനാ വിഷയം മിനിസിസ്റ്റർ നോട്ട് ചെയ്യണേ. മിനിസിസ്റ്റർ പ്രൈസ് ദി ലോർഡ്. ഓക്കേ പാസ്റ്റർ. ഈ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ കർത്താവ് ഞങ്ങളെ കണ്ണിന്റെ ശ്രേണി പോലെ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു സുഖകരമായി ഉറക്കി ഒരു സുപ്രഭാതവും കൂടെ കാണുവാനും അങ്ങേന്ന് സ്തുതിപ്പാനും ബോധ്യപ്പെടുത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. പറയപ്പെട്ടതായ 2 വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓമന സഹോദരിയുടെ കർത്താവെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശാരീരികമായി കർത്താവെ കാലും കൈകൾക്കൊക്കെയും വേദനയായി ഭാരപ്പെടുന്നല്ല കർത്താവെ എന്റെ ആണിപ്പോഴത്തുള്ള കാര്യം തൊട്ട് പ്രിയ സഹോദരിക്ക് സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിനുള്ളതായ അസ്വസ്ഥതകളെയും കർത്താവെ എവിടുന്ന് പൂർണ്ണമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, സൗഖ്യം തരുന്ന കർത്താവ്, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന കർത്താവ്, ഇന്ന് പൽക്കാലം പ്രിയ സഹോദരിക്ക് പൂർണ്ണ വിടുതലും ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കിണറ്റിന്റെ കർത്താവെ വെള്ളമില്ലാതെ ഭാരപ്പെട്ടുവെങ്കിലും കർത്താവെ ദിവസം കിണറ്റിൽ വെള്ളം കാണുവാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എന്ത് യാചിച്ചാലും തരുന്ന കർത്താവെ, ഇത് ഞങ്ങൾക്ക് വിശ്വാസ കണ്ണാൽ കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കിണറ്റിന്റെ വെള്ളമില്ലാതെ വളരെ ഭാരപ്പെട്ടു കർത്താവ്, നീ അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. അതുപോലെ പ്രിയ സാലി ജോസഫ് പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. UK കടന്നു പോകാൻ കർത്താവ് സഹായിച്ചല്ലോ. യാത്രയിലെല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്നതിനാൽ സ്തോത്രം. കർത്താവെ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊന്നും കർത്താവർക്കുണ്ടാകാതെ കർത്താവെ അവിടുന്ന് സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കൊച്ചു കുഞ്ഞിന് കർത്താവെ സൗഖ്യമില്ലാതിരിക്കുന്നു, ശ്വാസത്തിന് പ്രയാസങ്ങളെല്ലാം കർത്താവ് അറിയുന്നല്ല ദൈവമേ, നിന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എനിക്കൊരു കാര്യവും സാധ്യമല്ലല്ലോ. കർത്താവിന്റെ കരം തൊട്ട് കർത്താവെ അവിടുന്ന് സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലുണ്ടെന്ന് സന്തോഷ വാർത്ത കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ജയം തന്നിരിക്കാൻ സ്തോത്രം. 2 വിഷയത്തിന്റെ ഒപ്പൻ കർത്താവെ നീ ജയം തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ആമേൻ. 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 പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. സ്തോത്രം. തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാട്ടെ. ആൻറ്റി പ്രൈസ് ലോർഡ്. ആൻറ്റി, ഞാൻ ജെയിനി സിംസനാണ്. ഞാൻ ഇന്നലെ എൻ്റെ നാത്തൂൻ്റെ വിഷയം പറഞ്ഞിരുന്നു. ആൻറ്റി, അമ്മമ്മയ്ക്ക് വലിയ കുറവൊന്നുമില്ല. പൂർണ്ണമായ ഒരു വിടുതലിന് വേണ്ടി ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. വിഷയമുണ്ട്. ഞാൻ മിനി ഷാജിയാണ്. എൻ്റെ ഹസ്ബൻഡ് നല്ല ഡ്യൂട്ടിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എല്ലാ മാസവും ഇച്ചിരി മദ്യപാനം കൂടുതലുമാണ്. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. വന്നതിന് ശേഷവും ഇച്ചിരി മദ്യം നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്. അവിടെ വെച്ചൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയിട്ടുമില്ല. ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ പറയപ്പെട്ട 2 പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. പ്രിയ ജെയിനി സിസ്റ്റർ പറഞ്ഞല്ലോ, പ്രിയ നാത്തൂന്റെ ആമേൻ പരിപൂർണ സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സകല വിഷയങ്ങൾക്കും മറുപടി നൽകുവാൻ സർവശക്തനായ ഒരു ദൈവം നമുക്കായുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. അതുപോലെ തന്നെ പ്രിയ മിനി സിസ്റ്ററുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹത്തിന് പരിപൂർണമായ വിടുതൽ ദൈവം നൽകണം. ജോലിക്ക് കടന്നു പോകണം. വരിയായി സ്തോത്രം. ഈ ദൈവ സ്നേഹത്തിന്റെ ആഴം അവൻ പ്രിയപ്പെട്ടവനെ ദൈവം സ്തോത്രം രൂപാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. സ്തോത്രം കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ പല ദേശത്ത് പല ഭവനങ്ങളിൽ ആയിരിക്കുന്നു എങ്കിലും അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒന്നിച്ച് മുഴങ്കാലം മടക്കുവാനുള്ള കൃപ എന്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം കർത്താവേ. അല്പസമയം അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് വേറെ 1000 ദിവസത്തെക്കാളും ഉത്തമവും ശ്രേഷ്ഠമായിരിക്കും. സ്തോത്രം കർത്താവേ. അപ്പച്ച ഞങ്ങളുടെ ജയനി ആന്റി പറഞ്ഞ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങള് അനേക നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് അപ്പച്ച. അല്ലേലിയ. പിന്നെ നാത്തൂന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് വിടുതൽ കൊടുത്തു. നമ്മളുടെ വിവാഹമൊക്കെ കാണുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചല്ലോ. ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന അപ്പ. ഇനിയും വീണ്ടും ശരീരക്ലേശത്താലൊക്കെ ഭാരപ്പെടുന്ന കർത്താവെ, ഞങ്ങൾ ഇവിടങ്ങളായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ കരം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കൊന്നറിയാം അപ്പ. ഗിലെയാദിൽ ഞങ്ങൾക്കൊരു വൈദ്യനുണ്ട്, അവിടെ ഞങ്ങൾക്ക് ഔഷധ തൈലമുണ്ട്. എന്നാൽ കർത്താവെ, അല്ലേലിയ, ഔഷധ തൈലം തന്റെ ദാസിയുടെ ഉച്ച തൊട്ടുള്ള കാലുവരെ അപ്പനൊന്ന് പൂശുമാറാകണമേ കർത്താവെ. മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും എന്റെ പ്രിയൻ തന്നെയാണല്ലോ കർത്താവെ. എന്റെ അപ്പത്തിനൊന്ന് തൊടുമാറാകണമേ കർത്താവെ. ഒന്നിനാലും ഭാരപ്പെടുവാൻ ഇടയാക്കരുത് കർത്താവെ. കർത്താവിന്റെ വയൽ പ്രദേശങ്ങളിൽ അധ്വാനിക്കുന്ന തന്റെ മക്കളാണപ്പ. എന്നാൽ കർത്താവെ, എന്റെ അപ്പൻ അവരോടൊന്ന് മനസ്സലിയണമേ കർത്താവെ. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ച ദൈവമേ, ഏഴകളോട് അല്ലേലിയ കുടുംബത്തോടൊപ്പം മനസ്സലു തോന്നി എന്റെ ദാസിയെ കർത്താവ് വിടുവിക്കമാറാകണമേ കർത്താവെ. എന്റെ ആഗ്രഹത്തെ ഒന്ന് മാനിക്കണേ അപ്പ. തന്റെ തലമുറയുടെ നന്മ കാണുവാനുള്ള കൃപ എന്റെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
എൻ്റെ അപ്പച്ചന് അങ്ങനെ തന്നെ ചെയ്തിരിക്കാല. സ്തോത്രം സ്തോത്രം. നാളുകളെ തലമുറയ്ക്ക് നന്മയുടെ വഴികളെ അപ്പൻ തുറന്നു കൊടുക്കുമാറോ എന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള എല്ലാ കൃപകളും കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാല സ്തോത്രം കർത്താവേ. ഇനി ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നലെ അല്ലേലി ആ മകന് വേണ്ടി ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചപ്പാ. അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എൻ്റെ അപ്പൻ നല്ലൊരു വിജയം, ആ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഉന്നതമായ ഒരു വിജയം കർത്താവ് കൊടുത്തതിനാല സ്തോത്രം കർത്താവേ. അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് പ്രിയ മാതാവിനോട് കർത്താവ് മനസ്സലിയണ കർത്താവേ. ആരുടെയും കുറവുകളോ ഓർക്കല്ലേ പാടിയന്റെ കുറവ് ഓർക്കല്ലേ കർത്താവേ. അപ്പൊ ചാടിയന്റെ കുറവ് അല്ലേലിയ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനും ഒരു തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അവർക്കൊരു ഭവനം വേണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വേണം താവേ. പ്രശംസനൊരു മാനസാന്തരം വേണം. ഞങ്ങൾ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അതിന്മേൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കാല സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മിനി സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ഭവനത്തിന്റെ അവസ്ഥകൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവര് കുടുംബമായ ഈ ദൈവത്തെ ഒന്ന് അറിയുവാൻ താക്കണം കർത്താവ് സഹായിക്കണേ കർത്താവേ. അല്ലേലിയ പ്രിയപ്പെട്ടവന് കർത്താവെ ജോലിക്ക് പോകാൻ ഒരു നല്ല മനസ്സ് കൊടുക്കണം. മദ്യപാനം പൂർണ്ണമായി ഒന്ന് മാറുവാൻ കർത്താവേ. അപ്പൊ ആ മദ്യം കയ്യിലെടുക്കുമ്പോൾ ഇത് വിഷമെന്നുള്ളതായ ചിന്ത, ഒരു കുറ്റബോധം തൻ്റെ പ്രിയപ്പെട്ടവന്റെ ഉള്ളിൽ കർത്താവ് കൊടുക്കുമാറാകണമേ കർത്താവേ. അപ്പൊ ചാലേലിയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നും കഴിയില്ലപ്പാ. പ്രവർത്തിക്കുന്നത് എൻ്റെ അപ്പനാകയാല സ്തോത്രം കർത്താവേ. ഇനി കർത്താവെ ആ കരം കൊണ്ട് കർത്താവേ മദ്യം കയ്യിലെടുക്കുമ്പോൾ ഒരു അറപ്പായി തീരട്ടെ, ഒരു വെറുപ്പായി തീരട്ടെ. ഇനി ഞാൻ എൻ്റെ കാര്യത്തിൽ ഇത് എടുക്കത്തില്ല എന്നൊരു അല്ലെങ്കിൽ നല്ലൊരു സാക്ഷ്യം, ഒരു കുറ്റമറ്റ മനസ്സ് അവിടുന്ന് കപ്പൻ കൊടുക്കുമാറണം. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി ദൈവസന്നിധി കടന്നു വന്ന് ഈ ദൈവത്തെ ഒന്ന് അറിയുവാൻ തക്കണം എൻ്റെ കർത്താവ് സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന മേഖലകളിലും കർത്താവിൻ്റെ കൃപ കരുതൽ അവരോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു വൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലാഷ്ടെന്നൊക്കെ കർത്താവ് വിടുവിക്കുമാറാക്കണമേ. അവന്റെ ശരീരാത്മതയെ ബലപ്പെടുത്തണം, അസ്ഥികളെ ബലപ്പെടുത്തണം. അവനെ വളർന്നു വന്ന് ദൈവത്തിന് വളരെ പ്രയോജനപ്പെടുന്നൊരു പൈതലായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടിയനെയും പ്രിയപ്പെട്ടവനെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും അടിയങ്ങളായിരിക്കുന്ന ഭവനത്തെയും അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രമാനവും മഹത്വം കർത്താവിന് വരവിനാ ഒരുക്കണം. സകലതും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനാവശ്യങ്ങൾ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്റെ പേര് അനു തോമസ്. എന്റെ മകളുടെ വിവാഹവും എൻഗേജ്മെന്റും ഒക്കെ അടുത്ത മാസം 16-ാം തീയതിയും 23-ാം തീയതിയുമായിട്ടാണ് നടക്കുന്നത്. വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരുവാനും കടന്നു വരേണ്ടവരെല്ലാം തക്ക സമയത്ത് കടന്നു വരുവാനും, അതുപോലെ എൻ്റെ മകൻ മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് വരുവാനായിട്ട് 99% വരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എങ്കിലും ഞങ്ങൾ വിനയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയം ഓർത്തും പ്രാർത്ഥിക്കണം. അടിയങ്ങളെ അനുജത്തിയുടെ മകൾ കെസിയ ഈ മാസം 18-ാം തീയതി ഒരു B2 എക്സാം, ജർമ്മൻ ഭാഷയുടെ എക്സാം ഉണ്ട്. ആ എക്സാമിൽ ദൈവത്തിന്റെ സ്ഥാനത്തും കൂടിയിരിക്കാനായിട്ടും പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഈ രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞു തോറ്റ വിഷയം എഴുതിയെടുക്കാം. എന്റെ മക്കളുടെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. പിന്നെ തുടർന്ന് പ്രാർത്ഥിക്കണം. നടുവേനുണ്ട്. പിന്നെ അതുപോലെ മുറ്റത്തിന്റെ പണി ചെയ്ത് തീർത്തുന്നതിന് വേണ്ടി കാലാവസ്ഥയെല്ലാം അനുകൂലമാകും. മുറ്റത്തിന്റെ പണിക്ക് വേണ്ടി ഒരാൾക്കാരെ വിളിച്ച് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. അത് എത്രമേൽ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. ആന്റി ആദ്യം പറഞ്ഞ ആന്റി ഒന്നുകൂടെ പറയാമോ? എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ മോന് തോറ്റ വിഷയം അത് എഴുതിയെടുക്കാൻ മനസ്സ് വരുന്നതോ. എന്റെ മോൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവന് അപ്പൊ അത് മോക്ക് പുതിയൊരു അഡ്മിഷൻ ലഭിക്കണം. എന്റെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. നമുക്ക് ആന്റി പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രിയ മകന്റെ വിവാഹ കാര്യങ്ങളും ആ 2 ദിവസങ്ങൾ എൻഗേജ്മെന്റും. മകളാണ് ഹന്ന. മകളുടെ വിവാഹ കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആമേൻ. ആ 2 ദിവസങ്ങളിൽ നടക്കുന്ന ഫംഗ്ഷൻസെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരണം. മനു തോമസിന്റെ യാത്രയ്ക്ക് ഉള്ള തടസ്സങ്ങൾ മാറണം.
തക്ക സമയത്ത് തന്നെ പൈതൽ നടത്തുവാൻ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെത്തിയുടെ മകളുടെ പരീക്ഷ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നടത്തുന്നല്ലോ, പരീക്ഷയിൽ ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മകന്റെ പരീക്ഷയ്ക്ക് വീണ്ടും എഴുതിയെടുത്ത് ആഗ്രഹിക്കുന്നു. ദൈവം ആ പൈതലിനെ പ്രാർത്ഥിക്കാം. ഒരാൾക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ആ മനു സിസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾ കർത്താവേ, ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണെന്നില്ല. ആ പൈതന്റെ വിഷയത്തിൽ കർത്താവ് ഒരു വഴിയെ തുറക്കണേ. അവന് കടന്നു വന്ന് ആ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുപ്പാൻ കർത്താവ് വഴികളെ തുറക്കണേ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവേ, നാളെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പം ആ വിഷയത്തിൽ ഒരു മറുപടി കേട്ടെന്ന് കേൾപ്പാൻ കർത്താവ് സഹായിക്കണേ. ഞങ്ങളുടെ ദൈവസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് പെൺപൈതലിനായി പ്രാർത്ഥന അതിൻ്റെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരണം കർത്താവ്. ഒരു കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനും അവർ ശ്രേഷ്ഠമൊരു കുടുംബം ജയിപ്പാനും അവരെ സഹായിക്കണം കർത്താവ്. കർത്താവ്, ഈ തലമുറയിൽ കർത്താവ് അവർ തന്നെ ഒരു ദൈവത്തിന് വേണ്ടി വിശ്വസിച്ചോട് നിൽക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ സഹായിക്കണം കർത്താവ്. അതുപോലെ കർത്താവ് ജ്യേഷ്ഠയുടെ വിഷയം കർത്താവ് അറിയുന്നു. ദൈവമേ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പൈതനെ സഹായിക്കണേ. ഒരുവൻ ഞാനും കുറെങ്കിൽ ദൈവത്തോട് ചോദിക്കാനാന്നുള്ള പറഞ്ഞേക്കും. ഞങ്ങളുടെ ഈ സമയത്ത് പൈതന് വേണ്ടി പ്രാർത്ഥന കർത്താവ് ഒരു അത്ഭുതം ചെയ്യണേ. കർത്താവ് നല്ല റിസൾട്ട് ലഭിക്കാൻ സഹായിക്കണം കർത്താവ്. ഞങ്ങൾ ഈ പാൽക്കാല സജീഷിന് വേണ്ടി പ്രാർത്ഥന. എൻ്റെ ദൈവമേ, നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവേ, കണ്ണിനെ ഒന്ന് മാനിച്ചു കർത്താവേ. അപ്പൊ ഇതിനു വേണ്ടി കർത്താവ് പഠിക്കാൻ ഉത്സാഹം കൊടുക്കണേ, ബുദ്ധി കൊടുക്കണേ. പോയി തോറ്റ വിഷയത്തിൽ കർത്താവ് ജയിച്ച് കർത്താവ് പോയി പിന്നെ എഴുതാൻ ഉത്സാഹം കൊടുക്കണേ കർത്താവേ. ദൈവഭയം ജീവിതത്തിൽ വരട്ടെ. എല്ലാം പോയി പേടികളും മാറിപ്പോട്ടെ, എല്ലാ വിശ്വസ്തകളും മാറിപ്പോട്ട് കർത്താവ്. പൈതനെ ഞങ്ങളുടെ അനുഗ്രഹിച്ച് പ്രാർത്ഥന പൈതലിനെ കർത്താവ് അത് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ആ മോൾക്ക് ഉണ്ടല്ലോ കർത്താവ്, അവർ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല. കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷൻ വേണമല്ലോ. ദൈവമേ, ഞങ്ങൾക്ക് നീ അല്ല വേറെ ആരുമില്ല. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക കർത്താവ്. ലജ്ജിക്കപ്പെടുവാനിടയാതെ വരവൽ ചൗടൽ കമ്പല കൂടെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് മറുപടി അയക്കണം കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ മേരി മാത്യുവിന്റെ കേൾക്കാമോ? സ്തോത്രം. ഹലോ, സ്തോത്രം. എന്റെ ശരീരത്തിന് പൂർണ്ണ വിടുതൽ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന. നല്ല തലകർക്കൊക്കെ ആയിട്ട് അത് മാറി നടുവേദനയുണ്ട്. അത് മാറാൻ വേണ്ടി പ്രാർത്ഥന. വേണ്ടി മുറ്റത്തിന്റെ പണി ദൈവം ചെയ്തു തരുന്നതിന് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. തുടരണം. ഓക്കെ, സ്തോത്രം. ഞാൻ വിജി സന്തോഷാണ്. എന്റെ ഹസ്ബൻഡ് 6 മാസത്തിന് മുമ്പിട്ടൊന്ന് വീഴാനിടയായി. ഇപ്പൊ ചെക്കപ്പിന് വന്നിട്ട് വീണ്ടും തിങ്കളാഴ്ച ജോലി സ്ഥലത്തെത്തി. പക്ഷെ ജോലിക്ക് പോകാനുള്ള ശാരീരിക അസ്വസ്ഥതയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞ് ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. പൈതലിനൊരു ജോലിയാവുന്നവരെ പിടിച്ചേക്കാനുള്ള ദൈവകൃപ കൊടുക്കണം. പൈതൽ പഠിക്കുന്നതേ ഉള്ളൂ. എല്ലാ ദൈവമക്കളും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ മേരി ആന്റി പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവ് പ്രിയപ്പെട്ടവളെ പരിപൂർണ സൗഖ്യം ദൈവം നൽകണം. ശരീരത്തിന് പരിപൂർണ സൗഖ്യം കർത്താവ് ചെയ്ത് കൊടുത്ത് സൗഖ്യത്തോടെ നടപ്പാൻ കർത്താവ് സഹായിക്കണം. ആ വീടിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ആ ഭവനത്തിന്റെ മറ്റു കാര്യങ്ങൾ, മുറ്റത്തിന്റെ പണിയൊക്കെ ചെയ്യുവാൻ, ആൾ വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്യണം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ദൈവം തന്നെ ചെയ്ത് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ PG സിസ്റ്റർ പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. പ്രിയപ്പെട്ടവനുണ്ടായ ശാരീരിക ബുദ്ധിമുട്ട്, ജോലി ചെയ്യാൻ കഴിയാത്ത പ്രയാസം തന്നെ കർത്താവ് സൗഖ്യമാക്കണം. മാത്രമല്ല ആ ജോലിയിൽ തുടരുവാനുള്ള മനസ്സ് ദൈവം കൊടുക്കണം. കർത്താവ് പരിപൂർണ സൗഖ്യം ദൈവം നൽകട്ടെ. പൈതലിന്റെ പഠനം പൂർത്തീകരിച്ച് ഒരു സാമ്പത്തിക ക്രമീകരണങ്ങളാകുന്നത് വരെ ആ പ്രിയപ്പെട്ടവൻ ജോലിയിൽ തുടരുവാൻ ദൈവം സഹായിക്കേണ്ടുന്നതിന് വേണ്ടി
നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം. വീണ്ടും അടിയങ്ങൾ അങ്ങനെ പാതവിടെ കടന്നു വന്നിരിക്കുന്നപ്പാ, ഈ പ്രഭാതത്തിലെ ഏഴുകളോട് സ്വർഗം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ജീവിതത്തിലെ ബലഹീന കുറവുകളൊന്നും ഓർക്കാതെ ഒരു പ്രാവശ്യം കൂടി അടിയനെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഹല്ലേലൂയ അടിയനെയും കടന്നു വന്ന എല്ലാ ദേവദാസന്മാരും ദൈവമക്കളെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഞങ്ങളെ എല്ലാവരെയും എവിടെയായ രക്തക്കോട്ടകളിൽ മറിച്ച് ദൂതന്മാരെ കാവൽ ചെയ്ത് സ്വർഗത്തെയും അതിനുള്ളിൽ കരുതി വെച്ചിട്ട് ആത്മാവിന്റെ അഗ്നിയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. മര്യാദയ്ക്കായി സ്തോത്രം. ദൈവമേ, എന്റെ മകളോട് ഈ പ്രഭാതത്തിൽ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ ശരാംദേഹികളെ ബലപ്പെടുത്തണപ്പാ. ശിരസ് മുതലുള്ള കാൽ വരെ അന്തരവും ബാഹ്യവുമായ ചെറുതുമതുമായ ഓരോ അവയവങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം തലകറക്കത്താൽ ഭാരപ്പെട്ടു വിടുതൽ കൊടുത്തതിനായിട്ട് സ്തോത്രം. വീണ്ടും നടുവേദനയാൽ ഭാരപ്പെടുന്നപ്പാ, എന്റെ അപ്പച്ചൻ്റെ ആണിപ്പഴുതേറ്റ കരം ഒന്ന് നീട്ടണമേ. പൂർണ്ണമായ വിടുതൽ സൗഖ്യം എന്റെ മകൾക്ക് ഈ പകൽക്കാലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ തക്കോണം സ്വർഗം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. അത്യങ്കലിനായി സ്തോത്രം. എന്റെ മാന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് തലമുറകളോടൊത്ത് ഹല്ലേലൂയ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ സ്വർഗമനുകൂല സാഹചര്യങ്ങളെ മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുറ്റത്തിന്റെ പണിയുടേതായ വിഷയത്തിൽ സ്വർഗ അത്ഭുതം പ്രവർത്തിക്കണം. അപ്പൊ എന്റെ അപ്പച്ചന്റെ തക്ക സമയത്ത് അത് ഏറ്റവും ചന്തോചിതമായി ചെയ്തെടുപ്പാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവെ അങ്ങടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേശുവിന്റെ രക്തം കൊണ്ട് ആ കുടുംബത്തെ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശിഷ്ടായി സ്തോത്രം. ദൈവമേ, എന്റെ മകൾ പറഞ്ഞ ഹല്ലേലൂയ സന്തോഷപൂർണ്ണനായി സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പറയപ്പെട്ടവനോട് സ്വർഗം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ മകന്റെ ശരാമദേഹികളിൽ അങ്ങടാണ് ഇപ്പോഴത്തേറ്റ കരം നീട്ടി പൂർണ്ണമായ വിടുതൽ സൗഖ്യം ഇപ്പോൾ കാലം കൽപ്പിക്കണം അപ്പാ. ഹല്ലേലൂയ. ദൈവമേ, എന്റെ അപ്പച്ചന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും നൊടിയിടയിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ അപ്പാ. ദൈവമേ, ഹല്ലേലൂയ. സ്വർഗം ഒന്ന് മനസ്സലിയണം അപ്പാ. ഭവനത്തിന്റെ അവസ്ഥകളെല്ലാം എന്റെ അപ്പച്ചന് അറിയുന്നല്ലോ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നിന്റെ മകന്റെ ശരാമദേഹികൾക്ക് ബലം കൽപ്പിക്കണം അപ്പാ. സൗഖ്യം കൊടുക്കണം അപ്പച്ച. കൃപ കൊടുക്കണം അപ്പാ. ഹല്ലേലൂയ. കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. ദൈവമേ, പൈതലിനായി സ്തോത്രം. പൈതലിന്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണം അപ്പച്ച. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പഠിച്ച് ഹല്ലേലൂയ നല്ലൊരു വിജയം നേടി നല്ല ജോലി ലഭിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ഭവനത്തിന് മാതാപിതാക്കൾക്ക് താങ്ങായി തണലായ ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം എന്റെ അപ്പച്ചൻ പൈതലിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കുടുംബമായിട്ട് ഹല്ലേലൂയ വലിയ ഞങ്ങൾക്ക് വലിയ ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം യഹോവയാൽ സംഭവിച്ച മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയും വിധം ഹല്ലേലൂയ അടുത്ത ദിവസങ്ങളിൽ വിജയത്തിന്റെ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച രണ്ട് കുടുംബങ്ങളെ അവരുടെ വിഷയങ്ങളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കട്ടെ. സ്വർഗ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം. മാനമോഹത്തെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ 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 ആമേൻ. ആയില്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥനാ ധ്വനിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബെൻസൺ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ബിന്ദു സിസ്റ്ററുടെ പരിപൂർണ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. ദൈവം എത്രത്തോളം സൗഖ്യവും ബലവും ആരോഗ്യവും ദൈവം നൽകി, തുടർന്നും ദൈവത്തിന്റെ എല്ലാ സംരക്ഷണത്തിന്റെ കരങ്ങളും അനുകൂലമായ കുടുംബത്തോട് ദൈവം കൂടെ ഇരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ആ കുടുംബത്തെ ഓർത്തുകൊണ്ടും പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവം എത്രത്തോളം അനുഗ്രഹമായി ദിനം പ്രതി പ്രാർത്ഥന നയിച്ചുകൊണ്ട് പോകുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ബെൻസൺ പാസ്റ്ററേയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ വീണ്ടും ഉയരത്തുള്ള കൃപ ശക്തമായ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ
വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം അതിശയമായി കാത്തു പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞറിയത്തോട് വീണ്ടും സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. ദൈവമേ, സിസ്റ്ററിന് പരിപൂർണമായ സൗഖ്യത്തെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കയാൽ സ്തോത്രം. മറുപടി നൽകിത്തന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കുടുംബത്തോട് ദൈവസ്ഥാനത്തിൽ കൂടെ ഇരിക്കുന്നതിനായി പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങളിൽ ദൈവപ്രവൃത്തി കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സിസ്റ്ററെ, നമ്മള് പാട്ട് പാടിയ അനുജ പറഞ്ഞ വിഷയത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ചില്ലായിരുന്നു. പ്രാർത്ഥനാ വിഷയത്തോട് ഓർമ്മിക്കാം. അനീജ ഡ്രൈവിംഗിന്റെ ലൈസൻസിന് 27-ാം തീയതി ടെസ്റ്റ്. കോട്ടേജ് മീറ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമലിന്റെ ജോലി കാര്യത്തില് 3 വിഷയം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ അനുജസ്റ്റ് പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് നടക്കുന്നല്ലോ. കൃത്യ സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് ആ ടെസ്റ്റിൽ പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവിടെയുള്ള കോട്ടേജ് മീറ്റിങ്ങിനായിട്ടും മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരാൾ ആമേൻ ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേർത്തുമായ പ്രഭാതന സമയത്തിനാട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും അപ്പന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യാൻ തന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പ ദൈവമടിനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന പാടിന്റെ ജീവിതത്തിലെ കുറിച്ചുള്ള ദൈവം കണക്കിടല്ലേ കർത്താവേ. ഈ പറഞ്ഞ വിഷയത്തെ ദൈവങ്ങളിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്ന നാഥ, ദൈവം അനുഗ്രഹിക്കണം, മാനിക്കണമേ. അനുജയ കുടുംബമായിട്ട് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥന കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. നല്ലതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് അപ്പച്ച. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു അത്ഭുതം നടക്കുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുന്നത് കർത്താവേ സ്തോത്രം. ഹാലേലുയ ഹാലേലുയ. കുഞ്ഞുങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കടന്നു പോകുമ്പോൾ അപ്പച്ച ബുദ്ധിയോടെ ജ്ഞാനത്തോടെ കർത്താവ് ഇത് കൈകാര്യം ചെയ്യുന്ന കൃപ കുഞ്ഞിന്മേൽ പകരണമേ. കർത്താവ് റിസൾട്ട് വിജയായി അമ്മ മടങ്ങി വരുവാൻ ദിവസം സഹായിക്കുന്നു പ്രാർത്ഥിക്കുക. ഒരു ദോഷവും വരുത്തില്ല. ഒരു ശത്രു പോലും ദൃഷ്ടിക്കുന്നു ദിവസം സമ്മതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അപ്പച്ചന്റെ പൻകരങ്ങളെ കുഞ്ഞിനെ ഏൽപ്പിക്കുന്ന കർത്താവേ ദൈവമേ സ്വതന്ത്രം. ഹാലേലുയ. ശ്രദ്ധയോടെ ടെസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനം ദൈവം കുഞ്ഞിന്മേലോട് കർത്താവെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം കുഞ്ഞിനെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുവിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ. ഹാലേലുയ. വിസയുടെ കാലാവധി തീർന്നുകൊണ്ടിരിക്കുന്ന അപ്പച്ചാൽ പുതിയ ഒരെണ്ണമെടുക്കുവാൻ അവർ താല്പര്യപ്പെടുന്നു. ജോലി കാര്യങ്ങളൊക്കെ അനുഗ്രഹപൂർണ്ണമായി തന്നെ വിസയുടെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാകുവാൻ അതിനുള്ള സാധ്യതയും വഴികളും ദൈവം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് കഴിയാത്തൊരു കാര്യമില്ല. മനുഷ്യരല്ല സാധ്യമെന്നാൽ എന്റെ ദൈവത്തിന് അസാധ്യമാകുന്ന കർത്താവെ ആകയാൽ ദൈവമേ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിനെ ഒരു ഭവനത്തിൽ കർത്താവെ കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നില്ല അപ്പച്ച. ആ പ്രാർത്ഥനയുടെ ഭവനത്തില് കർത്താവെ ദേശത്തിനൊക്കെയും വലിയൊരു അനുഗ്രഹമുള്ള കർത്താവെ ഭവനത്തിലെ ചെറിയതും വലുതുമായ എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടിപിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മൂലം കർത്താവെ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് മറുപടിയോടെ എഴുന്നേൽപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കുന്നത് പ്രാർത്ഥന ആരംഭം അവസാനം വരെ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കടന്നു വരുന്ന കർത്തദാസന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കാൻ സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും നമ്മളാ നിറയ്ക്കണം കർത്താവെ. വിഷയങ്ങളും മേൽ ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി മറുപടി കഴിക്കാൻ സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ ദൈവം നിൽക്കണമേ. സ്വർഗീയ നല്ല പിതാവേ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. നൽകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ദൈവത്തെ പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിരോധികളാൽ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവസഭകൾ ആയിരിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു. നമ്മൾ അറിഞ്ഞും അറിയാതെയുമുള്ള ഒത്തിരി വിഷയങ്ങളിൽ കൂടെ അവിടെയുള്ള ദൈവജനം കടന്നു പോകുന്നു. വിശേഷാൽ ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രവർത്തനങ്ങളിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ സംരക്ഷണ കരവലയം അവൻ തന്റെ ജനത്തെ കർത്താവ് കാക്കണം. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതികൾ ഇനിയും ഉണ്ടാകും. എന്നാൽ ദൈവോധനത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. വിശ്വാസത്യാഗം സംഭവിക്കാതെ
ദൈവം ഓരോരുത്തരെയും കാത്തു നടത്തേണ്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യക്കായി വിശേഷാൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം. സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകണം കർത്താവേ. ലോകത്തിലെ ഹല്ലേലൂയ അനേക രാജ്യങ്ങൾ കർത്താവെ സ്വാതന്ത്ര്യമില്ലാതെ സ്വസ്ഥതയില്ലാതെ കർത്താവെ നടത്തുന്നതായ കർത്താവെ സുശേഷ വിരോധികൾ പല കർത്താവെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകണ സുശേഷ വിരോധികളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. ഹൃദയത്തോട് ഇടപെടണമേ കർത്താവെ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കൃപ അവിടുന്ന് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ ദൈവമേ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ. സുവിശേഷ വിരോധികളെ സുവിശേഷ അനുകൂലമായി കർത്താവ് അവരുടെ ഹൃദയത്തോട് അവിടുന്ന് ഇടപെടണമേ. ഹല്ലേലൂയ. എൻ്റെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടും കൃപയോടും കേൾക്കുമാറാട്ടെ. ആമേൻ. 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 നമുക്ക് പ്രാർത്ഥനയുടെ സമയം നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വിശുദ്ധനായ സ്വർഗത്തിലെ നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾക്ക് കർത്താവ് രാവിലെ സമയം കർത്താവ് പ്രാർത്ഥനയ്ക്കായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ബലഹീനരെങ്കിലും ഞങ്ങളുടെ ദൈവം സർവശക്തനാകയാൽ സ്തോത്രം കർത്താവെ. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി നീട്ടുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. സ്വാതന്ത്ര്യമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സ്വാതന്ത്ര്യം നൽകണമേ. കുടുംബത്തിൽ സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർക്കൊക്കെ സമാധാനം നൽകണമേ. പ്രിയപ്പെട്ടവർ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ലാത്തവരുണ്ട് ദൈവമേ കർത്താവെ. സ്തോത്രം. അവർ വിശ്വാസത്തിന്റെ അനുഭവങ്ങളിൽ കടന്നു വരുവാൻ ഇടയാക്കണമേ കർത്താവെ. മതിയായ ആരോഗ്യവും സൗഖ്യവും ഇല്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നവരുണ്ട് കർത്താവെ. ദൈവകരം ചലിപ്പിക്കണമേ കർത്താവെ. ആ ട്രീറ്റ്മെന്റുകൾ കർത്താവെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കവും ജോലിക്ക് കർത്താവെ മറ്റു പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് ദൈവം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വഴിയും വാതിലുമായി ദൈവം തുറന്നു കൊടുത്ത് സഹായിക്കണമേ. വിശേഷാൽ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാനിടയാക്കണമേ. പ്രത്യേകാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കർത്താവെ എക്സാമിന്റെ ദിവസങ്ങളാണ് കർത്താവെ. 10th +2 കർത്താവെ ബോർഡ് എക്സാമുകൾ എഴുതുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ബുദ്ധിയും ആലോചനയും കഴിവും ഓർമ്മശക്തിയും കൊടുത്ത് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിലായിരിക്കാൻ സഹായിക്കണമേ. പൈശാചികൻ യാതൊരു തരത്തിലും അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ കർത്താവെ സ്തോത്രം പ്രവർത്തിപ്പാൻ സമ്മതിക്കാതെ ദൈവർക്ക് സമാധാനം നൽകി കർത്താവെ വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പകൽ കർത്താവെ ലൈനിൽ ജോയിൻ ചെയ്ത് കർത്താവ് മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേട്ടപ്പോൾ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ അവറുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ജോലിച്ചിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് തൊടും. ഹല്ലേലൂയ. എല്ലാ രോഗികളും സൗഖ്യമാവും. ഹല്ലേലൂയ. ആശ്വാസം വിടുതലും നൽകുന്ന നാമമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അതിനായിട്ടാണല്ലോ നാം ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ടാണല്ലോ ഇന്ന് പകൽക്കാലം നാം എല്ലാവരും കടന്നു വന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
എങ്ങനെയുള്ളവർ? ഹാലലുയ, അവന് ശരണം പ്രാപിക്കുന്നവരെയാണ് ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവർക്കാണ് വിടുതൽ, അവർക്കാണ് ആശ്വാസം, അവർക്കാണ് രോഗത്തിന് ആശ്വാസം, അവർക്കാണ് എല്ലാ വിടുതലും നൽകുന്നത് ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ നമുക്ക് സുപരിചിതമായ 1-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നല്ലൊരു ഭാഗ്യാവസ്ഥയാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകം മൊത്തം പ്രയാസത്തിൽ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഹല്ലേലൂയ ലഹരി മരുന്നിന്റെ ഹല്ലേലൂയ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ തലമുറകളും നമ്മളും ഹല്ലേലൂയ എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഹല്ലേലൂയ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ നല്ലൊരു ഭാഗ്യാവസ്ഥ. അതാണ് ഒരു ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതല്ല. ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. നല്ല ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഹല്ലേലൂയ വചനം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാർ ഹല്ലേലൂയ അവർ ഈ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഹല്ലേലൂയ ആ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കാനായിട്ട് അവർ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിരന്തരം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ അവർ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കണ്ണീര് തോരാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. ഹല്ലേലൂയ നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതെ തീരുവാൻ. പക്ഷെ ഇന്നത്തെ തലമുറകൾ ഹല്ലേലൂയ ഇന്ന് വളരെ പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, നമ്മുടെ തലമുറകളെ ഓർക്കാൻ നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എല്ലാവരും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സങ്കീർത്തനം 2 ഹല്ലേലൂയ 12 ലാസ്റ്റ് പറയുന്നു ഹല്ലേലൂയ അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്വാസം വിടുതൽ നൽകുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമായി ഇന്ന് പകൽ നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഹല്ലേലൂയ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ആശ്രയിച്ച് മുന്നേറുവാൻ ഹല്ലേലൂയ ദൈവസ്ഥാനത്തിന്റെ മറവിലായിരിക്കും ദൈവം കൃപ ചെയ്യുന്നില്ലേ? ഹല്ലേലൂയ. നമ്മൾ എത്രയോ വിഷയങ്ങളുടെ മേലാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവനെ ശരണം പ്രാപിക്കുന്നവർ അതൊക്കെയും ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. ആ ഭാഗ്യാവസ്ഥ വളരെ വലുതാണ്. അവരുടെ വഴി ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രയാസങ്ങൾ ദൈവം അറിയുന്നു. അവരെ വിടുവിക്കുന്നതും ഹല്ലേലൂയ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 32:1 ഇങ്ങനെ പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ പറയുകയാണ് ആത്മാവിൽ കപടമില്ലാതെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ, നിഷ്കളങ്കതയോടെ ആരാധിപ്പാൻ, എന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. പകൽക്കാലം നമ്മുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കതയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും നിഷ്കളങ്കതയിൽ നടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുമേൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ രോഗത്തിന്മേൽ ആശ്വാസവും ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ രോഗത്തിനൊരു വിടുതൽ തരും. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തിൽ സമാധാനം തരും. നമ്മുടെ ദൈവം നമ്മുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മുടെ കുറവശങ്ങൾ നമ്മുടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവമേ, എന്നിലുള്ളതായ കുറവശങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അത് മറ്റുള്ളവർക്ക് തടസ്സമാകാതെ നിൽക്കുവാൻ. ഹല്ലേലൂയ. ആത്മീയമായി ഹല്ലേലൂയ ആത്മീയ കാര്യങ്ങൾ തടസ്സമാകാതെ കർത്താവേ ഹല്ലേലൂയ കർത്താവ് ഇടയാക്കണമേ. ഹല്ലേലൂയ. യഹോവയെ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ.
കപടമില്ലാതെ ഹല്ലേലൂയ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ വേർതിരിച്ചിരിക്കുന്ന ദൈവം നാം ഇനി പഴയതുപോലെ പോകാനായിട്ടല്ല, ആത്മാവിൽ കപടമില്ലാതെ ഹല്ലേലൂയ കണക്കിടാതെ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുറവുവശങ്ങൾ നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ എല്ലാം ക്ഷമിച്ച് ഹല്ലേലൂയ നമുക്കൊരു പുത്തൻ അഭിഷേകത്തോടെ നിൽക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയെ ശരണം പ്രാപിക്കുന്നവർ ഹല്ലേലൂയ യഹോവയെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാൻ. 34 സങ്കീർത്തനം അതിന്റെ 8 പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഇന്ന് പകൽക്കാലം നമ്മൾ രുചിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എന്റെ യേശു എനിക്ക് എന്റെ കുടുംബത്തെ സമാധാനം തരും. എന്റെ യേശു എന്റെ എല്ലാ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഹല്ലേലൂയ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കൊന്നും മുട്ടില്ലല്ലോ. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെയിരിക്കും, വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് പകൽക്കാലം ഒരു നന്മയ്ക്കും കുറവ് വരാതെ ഹല്ലേലൂയ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടില്ല. ഹല്ലേലൂയ. ഒരു നാൾ ഉപേക്ഷിക്കാത്ത, ഒരു നാൾ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം ഇന്ന് പകൽ നമ്മോട് കൂടിയുണ്ട്. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ദൈവം ഹല്ലേലൂയ. നാം എങ്ങനെയായിരിക്കണം? ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കണം. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഹല്ലേലൂയ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ കപടമില്ലാതെ ഹല്ലേലൂയ നല്ല നിഷ്കളങ്കതയോടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുമ്പോൾ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അവരെല്ലാം കർത്താവ് വിടിവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എളിയവനെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം ഹല്ലേലൂയ 41:1 പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടിവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എളിയവനെ ആദരിക്കുന്നവർ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ വിടുവിച്ച് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഉത്തമ ഉദാഹരണമായിട്ട് ഹല്ലേലൂയ രൂത്ത് 2-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ചു വിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി നിന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്തും ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലെ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. രൂത്ത് അമ്മായിയോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അമ്മായിയോട് ചേർന്ന് ഹല്ലേലൂയ ചേർന്ന് നിന്നു. യഹോവ ഹല്ലേലൂയ നീ ഹല്ലേലൂയ നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. ഹല്ലേലൂയ. ആ വിശ്വാസം ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിലുള്ളതായ വിശ്വാസം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രൂത്ത് ആ വംശാവലിയിൽ, കർത്താവിന്റെ വംശാവലിയിൽ ഹല്ലേലൂയ അകപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥകൾ മാറുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ അവസ്ഥകൾ മാറുവാണ്. ഇന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമാണ്. നമ്മുടെ താഴ്ചകൾ മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ മാറട്ടെ, നമ്മുടെ കുറവുവശങ്ങൾ മാറട്ടെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരട്ടെ, നാം എവിടെ ചെന്നാലും അനുഗ്രഹപാത്രമായി തീരട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയണം അവർ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുവിൽ ആശ്രയിക്കുന്നു
ആശ്രയിച്ച് മുന്നേറുന്നു അവർ യേശുവിനെ നാമം ഉയർത്തുന്നവരാണ്. ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹ പാത്രമായി തീരണമെങ്കിൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ 84:4 ഇങ്ങനെ പറയുകയാണ്, കുരികിലൊരു വീടും ഈവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ രാജാവ് എന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്റെ 5 പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, യഹോവേ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ഇന്ന് പകൽ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ, രൂത്ത് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് കരുതുന്ന ഒരു ദൈവമാണ്. ഈ രാത്രിയിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ നമ്മളെ നിർത്തുന്ന ഹല്ലേലൂയ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയങ്ങൾ ഹല്ലേലൂയ, നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലാണ്. പ്രിയ ദൈവമക്കളെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എന്റെ രോഗത്തിന്റെ മേൽ ഹല്ലേലൂയ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എന്റെ വേദനകളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എന്റെ കുടുംബത്തിന്റെ മേൽ ഹല്ലേലൂയ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. എന്റെ തലമുറയുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ഹല്ലേലൂയ നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കണ്ണീരേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ തോരാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സന്തോഷമാണ്. ഹല്ലേലൂയ. തീരാത്ത സന്തോഷം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഉള്ളപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ തോരാത്ത കണ്ണീരെ ഈ മഞ്ഞിലുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിലാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അനുഗ്രഹമില്ല. ലോകത്തിലാണോ ഞാനും നിങ്ങളും ഹല്ലേലൂയ ലോകത്തിന്റെ മോഹങ്ങളിലായിരിക്കണം. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ മാത്രമാണോ നമ്മുടെ ഭക്തി പ്രകടനം? അല്ല. നാം എവിടെയായിരുന്നാലും, നമ്മൾ എവിടെയായിരുന്നു, കുടുംബത്തിലായായിരുന്നു ഹല്ലേലൂയ, ജോലി സ്ഥലത്തായാലും ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ നമ്മൾ പല ഡിനോമിനേഷൻ ഉള്ളവരാണ്. കർത്താവ് ഹല്ലേലൂയ അവിടെ എവിടെയായിരുന്നാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് മാറി എന്നെ നിങ്ങളെ വീണ്ടെടുത്ത ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ഹല്ലേലൂയ യഹോവയുടെ ഹല്ലേലൂയ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാവുകൾ ദാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ആ ഭാഗ്യാവസ്ഥ നമുക്ക് നേടിയെടുക്കുവാൻ നമ്മളെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുറവുവശങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിചാരങ്ങളല്ലല്ലോ അങ്ങയുടെ വിചാരങ്ങൾ. ഞങ്ങളെ നിഷ്കളങ്കതയോടെ നടത്തണമേ. അതിനായി ഹല്ലേലൂയ ദൈവകൃപ ഞങ്ങളെ വിട്ടു പോകരുത് കർത്താവേ. ഹല്ലേലൂയ. ഒരു നല്ലൊരു അഭയയാചന ഇന്ന് പകൽക്കാലം നമുക്ക് കഴിക്കാം. ഹല്ലേലൂയ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഈ ക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരേ മഞ്ഞിലുള്ളൂ. ആശ്വാസമേശു ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നു ഹല്ലേലൂയ ആശ്വാസം ഹല്ലേലൂയ നമ്മുടെ കർത്താവിലാണ്. ഹല്ലേലൂയ തോരാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ തീരാത്ത സന്തോഷം ഹല്ലേലൂയ ക്രിസ്തുവിലുണ്ട്. ഹല്ലേലൂയ തോരാത്ത ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ണീരെയും മഞ്ഞിലുള്ളൂ. ഹല്ലേലൂയ ലോകം വിടാൻ നമുക്ക് ഹല്ലേലൂയ ലോകത്തിന്റെ മോഹങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ട് ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ യഹോവയിൽ ആശ്രയിച്ച് അതിന്റെ ന്യായപ്രമാണ രാവുകൾ ദാനിക്കുവാൻ
കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. എനിക്കും വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും. കർത്താവിന്റെ നാമം ഉയർത്തുവാൻ കർത്താവ് കൃപ തരണമേ. കർത്താവിന്റെ നിഷ്കളങ്കയോടെ നടപ്പാൻ എന്നെയും ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആശീർവാദം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവ് നമുക്ക് ഈ രാവിലെയും ദൈവത്തിനായിരിക്കാൻ ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഭാരതത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ബെൻസൺ ഭാഷയും ബിന്ദു ശിശയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിലും പരസ്യ പ്രാർത്ഥനയെല്ലാം ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരൊരുമിച്ച് പ്രാർത്ഥിച്ച് അനേക വിഷയങ്ങൾക്ക് ഇടനില നിൽക്കുന്നതിന് വേണ്ടി അവരെ സൗഖ്യത്തോടെ എളുപ്പം ഒരുമിച്ച് രണ്ടുപേരും അനുഗ്രഹമായി പ്രയർ വീഡിയോ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ആവശ്യങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അനേക വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് മറുപടി തന്നല്ലോ. ഇനിയും അനേക വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടി കടന്നു വന്നു. ഞങ്ങളുടെ കർത്താവ് തലമുറകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെൻഷൻ ഭാഷം കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് സഹായിക്കണേ. ബിന്ദുശിഷ്ടനെ സൗഖ്യമാക്കണേ. കുഞ്ഞുങ്ങളെ ഉദ്യോഗിക്കണേ. ആവശ്യപാര്യങ്ങൾ സകലർക്കായി സ്തോത്രം. സാമ്പത്തിക വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് കർത്താവ്. ആരോടും പറയാൻ കഴിയാതെ നേടുവീർപ്പെടുന്ന കുടുംബങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് കർത്താവ്. അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് ദിവസങ്ങളിൽ മറുപടി അയക്കണേ. കർത്താവെ, അവസാനമായി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആധ്വാനിക്കായ സ്തോത്രം. ഞങ്ങൾ കർത്താവ് ദൈവത്തിൽ പ്രത്യാശ വെച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇടയിൽപ്പെടുത്തിയിരിക്കാതെ യഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങൾ കർത്താവെ രാപ്പകൽ ധ്യാനിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ സഹായിക്കണം. കേൾപ്പിക്കപ്പെട്ട ദൈവാലോചനയ്ക്കായ സ്തോത്രം. നിന്റെ മനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനിയും കർത്താവെ, ഞങ്ങൾ നാളെ കാണുന്നവരെ ഞങ്ങളുടെ സൗകര്യങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം ദൈവം പ്രൊട്ടക്ട് കർത്താവ്. പ്രാർത്ഥനയുടേനായ സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ കൂട്ടയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. തുറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം.